സർക്കാർ ഡിസ്റ്റിലറി പ്രവർത്തിക്കാതെ അത് കുറക്കാനുള്ള നടപടി സ്വീകരിക്കാതെ സ്വകാര്യ ഡിസ്റ്റിലറിയിൽ അതിന് അനുമതി കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു വലിയ ആക്ഷേപം. ആ ആക്ഷേപമുയർത്തിയവർക്കുള്ള മറുപടി കൂടിയാണ് ഇതാ ഇപ്പോൾ സർക്കാർ ഡിസ്റ്റിലറി പ്രവർത്തിച്ചിരിക്കുന്നു MDL. അന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. MDLന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ പാലിച്ചിരിക്കുന്നു. ബഹുമാന്യനായ MP അന്നത്തെ ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും വരാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് വന്ന് അദ്ദേഹം ആശംസയൊക്കെ നേരുകയും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശം യാഥാർത്ഥ്യമാകുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം എനിക്ക് അല്പം നിരാശയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഇത് പത്രത്തിൽ വായിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് MDLന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. സർക്കാരിൻ്റെ മദ്യനയം എന്താണ്? ഇതൊരു വ്യവസായം എന്ന നിലയിൽ ഇതിനെ പരിഗണിക്കണം. അത് മദ്യ ഉൽപാദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മദ്യ ഉപഭോഗത്തിൻ്റെയും വിൽപ്പനയുടെയും കാര്യത്തിലാണെങ്കിലും ഒക്കെ ശരി, ഇതൊരു അടിസ്ഥാനപരമായിട്ടൊരു വ്യവസായമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡിസ്റ്റിലറികൾ കേരളത്തിൽ ഉണ്ടാവണം എന്ന് തീരുമാനമെടുത്തത്. സ്പിരിറ്റ് ഒരു തുള്ളി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. മദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് സ്പിരിറ്റ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്പിരിറ്റ് ഓരോ വർഷവും കേരളത്തിലേക്ക് വരികയാണ്. പ്രധാനമായി വരുന്നത് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ല. യഥാർത്ഥത്തിൽ സ്പിരിറ്റ് കൂടി ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ, സ്പിരിറ്റിന് ഈ ഒരൊറ്റ ആവശ്യം മാത്രമല്ല ഉള്ളത്, മദ്യം ഉണ്ടാക്കാൻ മാത്രമല്ല, മെഡിക്കൽ ആവശ്യത്തിന് സ്പിരിറ്റ് ഉപയോഗിക്കുന്നുണ്ട്, വ്യാവസായിക ആവശ്യത്തിന് സ്പിരിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രകാരം പെട്രോളിൽ ഇത്ര ശതമാനം എത്തനോൾ കലർത്തണമെന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ട്. 20% മറ്റുമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ വ്യാവസായിക സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് സർക്കാർ മദ്യനയത്തിൽ തന്നെ തീരുമാനിച്ചത് കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുക്കണം എന്നത്. അതിൽ ഒളിച്ചുകളിയില്ല, പിൻവാതിലല്ല, രഹസ്യമായിട്ടല്ല, നേരിട്ട് പരസ്യമായി സർക്കാർ നയം അംഗീകരിച്ചു. ആ നയം പ്രഖ്യാപിച്ച നയം നടപ്പാക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. അപ്പോഴാണ് വലിയ വിവാദവും കോലാഹലമൊക്കെ ഉണ്ടായത്. ആ വിവാദവും കോലാഹലവും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയെയും വികസനത്തെയും ഇവിടെ തൊഴിലും വരുമാനവും ഉണ്ടാകുന്നതിനെയും അട്ടിമറിക്കുക എന്നതല്ലാതെ വേറെ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഒരു പ്രയോജനവും അതുകൊണ്ടില്ല. തീരെ മനസ്സിലാവാത്ത യുക്തി എന്താ? കർണാടകയിൽ സ്പിരിറ്റ് ഉണ്ടാക്കാം, അത് കേരളത്തിൽ കൊണ്ടുവരാം, പക്ഷെ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. അത് കൊണ്ടുവരരുതെന്ന് ആരും പറയുന്നില്ല, ഈ പറയുന്നവരും പറയുന്നില്ല. സ്പിരിറ്റ് ഉണ്ടാക്കാം, കൊണ്ടുവരാം, പക്ഷെ ഇവിടെ കർണാടകയിൽ ഉണ്ടാക്കാം, ഇവിടെ ഉണ്ടാക്കരുത്. മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാം, പക്ഷെ ഇവിടെ ഉണ്ടാക്കരുത്. എന്തൊരു യുക്തിരാഹിത്യമാണത്! എന്ത് തരത്തിലുള്ള നിലപാടാണത്? അപ്പൊ സ്പിരിറ്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. 3000 കോടി രൂപയാണ് കേരളത്തിന് അതുവഴി വരുമാനമായിട്ട് ലഭിക്കുക. 3000 കോടി. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും, അവർക്ക് വരുമാനമുണ്ടാവും, സർക്കാരിന് നികുതിയായിട്ടും മറ്റും വരുമാനമുണ്ടാവും. അത് പാടില്ല എന്ന നിലപാടിനോട് സർക്കാർ യോജിക്കുന്നില്ല.